ഒരു നാടിന്റെ വെളിച്ചമായ വായനശാല കെട്ടിടങ്ങൾ സ്ഥലപ്പേരായി സൂക്ഷിച്ചവരുടെ നാടാണ് വാണിയംകുളത്തെ മാന്നന്നൂർ ഗ്രാമം. മാന്നന്നൂർ തപാൽ ഓഫീസിനു കീഴിൽ 5 വായനശാലകളാണ് സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും തലമുറകളായി സാംസ്കാരിക കേന്ദ്രങ്ങളെ സംരക്ഷിച്ചു പോരുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഒറ്റപ്പാലത്ത് നിന്നോ വാണിയംകുളത്ത് നിന്നോ ബസ്സിലോ ഓട്ടോയിലോ കയറി വായനശാലയ്ക്ക് ടിക്കറ്റ് എടുത്താൽ യാത്രക്കാർ ചിലപ്പോൾ പെട്ടുപോകും. കാരണം ഒന്നും രണ്ടുമല്ല, ഒരു ഗ്രാമത്തിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന 5 വായനശാലകളുടെയും ബസ് സ്റ്റോപ്പിന്റെയും പേരും വായനശാല എന്നതാണ്. വെള്ളിയോട് ഉദയ ഗ്രാമീണ വായനശാല, മഹാത്മജി സ്മാരക വായനശാല, നിള വായനശാല, ഗ്രാമോദയം വായനശാല, വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല എന്നിവ ഗ്രാമത്തിൽ അരനൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞവയാണ്. വൈക്കോൽ മേഞ്ഞും മണ്ണുകട്ട കൊണ്ടും ചുമർകെട്ടിയും ചുള്ളിക്കമ്പ് കൊണ്ടുള്ള ജാലകമൊരുക്കിയും യുവാക്കൾ വായനശാല ഉണ്ടാക്കിയ കാലം ആളുകൾ ഓർക്കുന്നു. വിരലിൽ എണ്ണാവുന്ന പുസ്തകങ്ങളും 2 ദിനപത്രങ്ങളും മാസികകളുമായി തുടക്കം. ചെറുപ്പക്കാരിൽ വായനാശീലം വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമായി അത് പതിയെ വളർന്നു. വായനശാലയുടെ പഴയ ആ പ്രതാപകാലം ഏതുവിധേനയും തിരിച്ചു പിടിക്കാമെന്ന പ്രതിജ്ഞയുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നിവിടെയുണ്ട്. അവർക്കൊപ്പം ഭാവി പ്രതീക്ഷയായ ഒരു പറ്റം കുരുന്നുകളും. 1948 മാന്നന്നൂർ മഹാത്മജി സ്മാരക വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 1000-ലധികം പുസ്തകങ്ങളുടെ ലൈബ്രറി ഇവിടെയുണ്ട്. വർഷങ്ങളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളും ആഘോഷങ്ങളും പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കി. 2019 വായനശാല നവീകരിച്ചു. 1973 വെള്ളിയോട് വായനശാല സ്ഥാപിതമായത്. വെള്ളിയോട് തന്നെയുള്ള പരേതനായ രാഘവൻ എഴുത്തച്ഛൻ വാടകയില്ലാതെ സൗജന്യമായി നൽകിയ ഒരു പീഠികമുറിയിലാണ് വായനശാലയുടെ ആരംഭം. യുവാക്കളുടെ ക്ലബ്ബ്, വനിതാവേദി, വയോജന ക്ലബ്ബ് എന്നിവ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മാന്നന്നൂർ നിള വായനശാലയും ഒരു ഗ്രാമത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശേഖരിച്ച തുക കൊണ്ട് വായനശാല നവീകരിച്ച് മികവുറ്റതാക്കി. 2018 ഓഗസ്റ്റ് 16 പ്രളയത്തിൽ നിള വായനശാലയിൽ വെള്ളം കയറിയിരുന്നു. അത് ഇന്നും ഒരു ഓർമ്മപ്പെടുത്തലായി വായനശാലയുടെ മുന്നിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മാന്നന്നൂർ ഗ്രാമോദയ സോഷ്യൽ ക്ലബ്ബ് വായനശാലയിലും 100-ലധികം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടരുന്നുണ്ട്. 10,000-കണക്കിന് പുസ്തകങ്ങളോടെ ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാലയിലും ലൈബ്രറി ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമീണ പാതകളിലൂടെ ചില സ്വകാര്യ ബസ്സുകൾ ഓടുന്നുണ്ട്. കാലം മാറുമ്പോഴും വായനശാലയുടെ പേരിൽ സ്ഥലം ഇന്നും അറിയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വായനാ ദിനമായി ഇന്നു മുതൽ വായനാ വാരാഘോഷ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ഈ വായനശാല ഗ്രാമം. മാന്നന്നൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ 5 വായനശാലകളാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ മഹാത്മജി വായനശാല. ഇത് കുറെ കാലപ്പഴക്കങ്ങൾ ചെന്നൊരു വായനശാലയാണ്. ഇവിടെ ഇപ്പോഴും നിത്യവും നമ്മുടെ ഇവിടെ ആളുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടേതായാലും സ്ത്രീകളുടെ ആയാലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു വായനശാലയാണിത്. ഇപ്പോഴും ഇങ്ങനെ ഒരു വായനശാല നമ്മുടെ നാട്ടില് നല്ലൊരു ആക്റ്റീവായി പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.